നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ മുൻഗാമികൾ ഈ പരിപാടി ഹാർബറിൽ നടത്തി വന്നതുകൊണ്ട് നമ്മുടെ ഹാർബറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സദസ്സിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ സ്ഥലം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ബേപ്പൂർ യൂണിറ്റ് പ്രധാന അധികാരി ബിപിൻ സാറ്, അദ്ദേഹത്തെ ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷം നിർവഹിക്കുന്നത് തരകൻ അസോസിയേഷൻ പ്രസിഡന്റ് ഷബീഷാണ്. അദ്ദേഹത്തെയും ഞാൻ ആർദ്രമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്നത് അരേ സമാജം പ്രസിഡന്റ് ദേവരാജാണ്. അദ്ദേഹത്തെ ഞാൻ ആർദ്രമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടിയിൽ സദസ്സിലുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയെ നന്ദി പ്രവാസികൾ ഓൾ കേരള ബസ് മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സി മൊയ്തീൻകോയാണ്. അദ്ദേഹത്തെയും ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സദസ്സിലുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതുകൊണ്ട് അധ്യക്ഷനെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ബിപിൻ സാർ, അരേ സമാജം പ്രസിഡന്റ് ശ്രീ ദേവരാജൻ, തരകൻ സെക്രട്ടറി ശ്രീ ജാബിർ, മറ്റു ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ, ഇവിടെ സന്നിധരായിട്ടുള്ള സദസ്സിലും വേദിയിലും സന്നിധരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. രാജ്യമെമ്പാടും 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഹാർബറിലും നമുക്ക് പ്രൗഢഗംഭീരമായിക്കൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി നാം സന്നിധരായിരിക്കുകയാണ്. അതിനുവേണ്ടി ഇതിൻ്റെ പ്രസ്തുത ചടങ്ങിലേക്ക് ഇതിൻ്റെ ദേശീയ പതാക ഉയർത്തി നമ്മുടെ സ്വാതന്ത്ര്യദിനം ഹാർബറിൽ ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആദരണീയനായ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ബേപ്പൂർ പ്രധാനാധികാരി ശ്രീ ബിപിൻ സാറെ ആദരപൂർവ്വം ഈ പ്രസ്തുത ചടങ്ങിലേക്ക് ഈ പതാക ഉയർത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Black salute! ആരും ശബ്ദമുണ്ടാകല്ലേ. അടുത്ത നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബിപിൻ സാറ് നമ്മളോട് എല്ലാവരോടും 2 വാക്ക് സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന അരേ സമുദായത്തിൻ്റെ വിശിഷ്ട വ്യക്തികൾ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു ദിനമാണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ബേപ്പൂർ ഹാർബറിലും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ഈ കമ്മിറ്റിക്കും അതുപോലെ തന്നെ അതിൽ പങ്കാളികളാവാനായിട്ട് എത്തിച്ചേർന്ന നിങ്ങളെല്ലാവർക്കും എൻ്റെയും രാജ്യത്തിൻ്റെ പേരിലും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് അരേ സമാജം പ്രസിഡന്റ് ശ്രീ ദേവരാജൻ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കരിച്ചാൽ സബീഷ്, കോസ്റ്റ് ഗാർഡിൻ്റെ വിപിൻ സാർ, മഹല്ല് പ്രതിനിധി, തെരഞ്ഞെടുപ്പ് സെക്രട്ടറി ജാബിർ, എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നതോടുകൂടി അതേമാതിരി തന്നെ ഇവിടെ ഈ ഫിഷൻ മേഖലയിൽ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും അതേമാതിരി തന്നെ കച്ചവടക്കാർക്കും അതേ സമാജത്തിൻ്റെ പേരിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആശംസകൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്മരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഭാരതത്തിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ബലിദാനികളായിട്ടുള്ള പട്ടാളക്കാരെ സ്മരിക്കേണ്ട ഒരു നിമിഷം കൂടെയാണ് ഇന്ന് ഈ വേദിയിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ പറയുന്ന സമയത്ത് ഈ കാർഗിൽ യുദ്ധകാലത്തും അതേമാതിരി തന്നെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ പോലുള്ള ജീവത്യാഗികളെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാതെ സൂക്ഷിച്ച് ഈ ഒരു ദിനത്തിലെങ്കിലും അവരെയെല്ലാം നമ്മുടെ ജീവന്റെ ഒരു ഭാഗമായി കാക്കണമെന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. നിലവിൽ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ട് അതിർത്തികളിൽ ഭാരതത്തിന്റെ മാനം കാക്കാൻ നമ്മുടെ സൈനികർ മഴയെന്തെന്നോ വെയിലെന്തെന്നോ മഞ്ഞെന്തെന്നോ കണക്കാക്കാതെ നമ്മുടെ ജീവനും സ്വത്തിനും വേണ്ടിയിട്ട് ഭാരതത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അഹോരാത്രം പ്രവർത്തിക്കുന്ന ആ സഹോദരന്മാർക്കും ഈ നിമിഷത്തിൽ ഞാനൊരു പുഷ്പാർച്ചന നടത്തുകയാണ്. അതേപോലെ തന്നെ എല്ലാവിധ ഈ ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവിധ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിട്ട് ഇവിടെ ഈ വർഷാവർഷം ഈ പരിപാടി സംഘടിപ്പിച്ചു പോകുന്ന തരയം കമ്മിറ്റിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ശ്രീ അബ്ദുൾ ലത്തീഫ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ പൊന്നി, അതുമാതിരി വിപിൻ സാർ, ഈ പരിപാടിക്ക് പങ്കെടുത്ത എല്ലാ തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയൻ സ്വാതന്ത്ര്യദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ പരിപാടി സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ അവസാന ചടങ്ങെന്ന രീതിയിൽ നന്ദി പറയുന്നതിന് വേണ്ടി ഓൾ കേരള ഫിഷ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ ശ്രീ മൊയ്തീൻ കോയ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ 78 സ്വാതന്ത്ര്യ ആഘോഷത്തിലാണ് നമ്മളെല്ലാവരും. നമ്മുടെ എൻ്റെ കർത്തവ്യം ഈ സദസ്സിൽ പങ്കെടുത്ത വ്യക്തികൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിപിൻ സാർ അവർക്ക് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പതാക ഉയർത്തിയ വിപിൻ സാറ്. നമ്മുടെ ഇതിൻ്റെ യോഗാധ്യക്ഷൻ നമ്മുടെ തരകൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് പൊന്നി അവർക്കും നമ്മുടെ അരേ സമാജം പ്രസിഡന്റ് ബാവ അവർക്കും നമ്മുടെ ട്രേഡ് യൂണിയൻ എല്ലാവരും ചേർന്നിട്ടുള്ള ലത്തീഫ് അവർക്കും മറ്റുള്ള ഈ വേദിയിലിരിക്കുന്ന
നമ്മുടെ ഇതിൻ്റെ സ്വാഗതം പറഞ്ഞ ജാബിർ അവർക്കും മറ്റു ബോട്ട് ഓണേഴ്സിൻ്റെ ഇസ്മായിൽ അവർക്കും മറ്റുള്ള ഈ കൂടിയ എല്ലാ നാട്ടുകാർക്കും നല്ലവരായ നമ്മുടെ ഈ കയറ്റർക്ക് യൂണിയനിൽപ്പെട്ട എല്ലാ തൊഴിലാളികൾക്കും നമ്മുടെ ഇവിടുത്തെ എല്ലാ ട്രേഡ് യൂണിയൻ വ്യക്തികൾക്കും നമ്മുടെ ഈ പരിപാടി ഇത്ര വലിയ വിജയമാക്കാൻ വേണ്ടി ഇന്നലെ മുതൽ രാഘവണം കഷ്ടപ്പെട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന റിയാസ് അവർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം അവന് ഇന്നലെ ഉച്ച മുതൽ ഈ ഒരു ഇതിനു വേണ്ടി ഇവിടുത്തെ തൊഴിലാളികളും അവനുമെല്ലാം തന്നെ ഒരുപാട് ത്യാഗം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുമ്പോഴും അവരെ എല്ലാ വർഷവും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യദിനവേളയിൽ അവൻ മുൻകൈയെടുത്ത് ഈ ട്രേഡ് യൂണിയൻ്റെ ആളുകളെയും മറ്റുള്ളവരെല്ലാവരെയും സംഘടിപ്പിച്ച് ഈ പരിപാടി ഗംഭീരമായി വിജയിപ്പിക്കുവാൻ വേണ്ടി വളരെയേറെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ആർദ്രമായി അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അധ്യക്ഷയുടെ അനുമതിയോടുകൂടി പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു. മുത്തുമണിയാ ഒന്നും കൂടെ കൊണ്ട കുഴങ്ങില്ലേ കുഴങ്ങില്ലേ നിങ്ങൾക്ക് എന്തി പറയണ്ടോ? സാറിന് എന്ത് പറയണ്ട? സാർ പറയും. അടിപൊളിയാണ് മോനെ. ഏതായാലും ഞമ്മതെല്ലാം എടുക്കണമെന്ന് കാര്യമായിട്ടാണോ?